ആംബുലൻസ് കിട്ടാത്തതുകൊണ്ട് വയനാട്ടിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിൽ പരാതിയുമായി കുടുംബം. പലതവണ ST പ്രൊമോട്ടറോട് ആംബുലൻസ് ആവശ്യപ്പെട്ടെങ്കിലും ലഭ്യമായില്ല എന്നാണ് ഇപ്പോൾ പരാതി. പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചെന്ന് മന്ത്രി OR കേളു എന്ന് കുറ്റപ്പെടുത്തി. പുറത്തുനിന്ന് ആംബുലൻസ് വിളിച്ചാൽ നൽകാൻ ഫണ്ടില്ലെന്ന് സസ്പെൻഷനിലായ ST പ്രൊമോട്ടർ മഹേഷ് 24നോട് പറഞ്ഞു. എടവക പഞ്ചായത്തിലെ വീട്ടിച്ചാലിലെ സംഭവമാണ്. ഒരു ആദിവാസി അമ്മച്ചി മരിച്ചിട്ട് ആംബുലൻസ് സമയത്തിന് കിട്ടാതെ വരാതെ ഓട്ടോയിൽ കൊണ്ടുവരുന്ന ഒരു ഗതികേടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ST ഡിപ്പാർട്ട്മെന്റിനുള്ളത് 2 ആംബുലൻസുകൾ, രണ്ടും സമയത്ത് ലഭിച്ചില്ല. മറ്റൊരു സഹായവും ലഭിക്കില്ലെന്നും ഉറപ്പായതോടെ കുടുംബം ഓട്ടോറിക്ഷയെ ആശ്രയിച്ചു. വീട്ടിച്ചാലൂരിലെ ചുണ്ടമ്മയുടെ മൃതദേഹം 4.5 കിലോമീറ്റർ അകലെയുള്ള ശ്മശാനത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോയി. 24 മണിക്കൂർ കഴിഞ്ഞ ബോഡി പിന്നെ മണക്കാൻ തുടങ്ങി. ബോഡി വയസ്സും ആയതുകൊണ്ട് 90 വയസ്സുണ്ട്. റവന്യൂ ഓഫീസിലേക്ക് പരാതി കൊടുക്കണം. കാരണം ഇനിയൊരു STക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരാൻ പാടില്ല. വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് LDFും UDFും നടത്തുന്നത്. ആംബുലൻസ് ലഭ്യമാക്കുന്നതിൽ എടവക പഞ്ചായത്ത് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചെന്ന് മന്ത്രി OR കേളു. പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, അതേപോലെ തന്നെ പ്രൊമോട്ടർ, സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിനും മുതിരാതെ അവരൊരു ഓട്ടോറിക്ഷ കൊണ്ടുവന്നു അതിൽ കയറ്റിയത് അത് വീഡിയോ എടുക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് കാണുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു സമീപനമാണ്, അതെന്തൊരു സംസ്കാരമാണ്. ആംബുലൻസ് ഇല്ല എന്ന കാര്യം പഞ്ചായത്തിനെ അറിയിക്കുന്നതിൽ പ്രൊമോട്ടർക്ക് വീഴ്ച പറ്റിയെന്നാണ് എടവക പഞ്ചായത്തിന്റെ വാദം. പുറത്തുനിന്ന് ആംബുലൻസ് വിളിച്ചാൽ നൽകാൻ പണമില്ലെന്ന് പ്രൊമോട്ടർ മഹേഷ് 24നോട്. പുറത്തുനിന്ന് വിളിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ കയ്യിൽ നിന്ന് ഞാൻ ഒരു 10 മാസം എനിക്ക് ഞാൻ ട്രിപ്പ് ഷീറ്റിന് കൊടുത്തിട്ട് അത് ഇതുവരെയായിട്ട് എൻ്റെ അക്കൗണ്ടിൽ കയറിയില്ല. നിലവിൽ മഹേഷ് സസ്പെൻഷനിലാണ്. പക്ഷേ ആംബുലൻസ് എത്തിക്കുന്നതിൽ ഇടപെടേണ്ട എല്ലാ സംവിധാനങ്ങളുടെയും വീഴ്ച ഇവിടെ വ്യക്തമാണ്. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 വയനാട്.